പണിയിട്ട് അത് പണിയിട്ട് അവിടെ ആ ഒരു പെയിൻ, സ്വന്തം പാർട്ട്ണർ നമ്മളെ ബിട്രേ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പെയിൻ നമ്മുടെ മരണവേദനയെക്കാളും വലുതാണ് എന്നാണ് ഈ ഫിലിം കാണിക്കുന്നത്. മെയിനായിട്ട് ആ ഒരു തോട്ടിൽ നിന്നാണ് ഈ കൺസെപ്റ്റ് മൊത്തം വരുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞിലെ തൊട്ടേ എന്തെങ്കിലും ഫിലിമിലാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ ട്രൈ ചെയ്യുന്നതാണ്. ഒരുപാടടുത്ത് ചാൻസ് ഒക്കെ തട്ടി പോയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഈ ഒരു സ്റ്റോറി സെലക്ട് ചെയ്തതാണ്. സ്റ്റോറി ആക്ച്വലി നമുക്ക് ബാല്യകാലത്തൊക്കെ നമുക്ക് ചെറുപ്പകാലത്തുണ്ടാകുന്ന പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ കൊണ്ടൊരു പ്രണയം. അപ്പം അതിൽ ഒരു അവിടെ എനിക്കൊരു നിർണായക ഘട്ടത്തിൽ എനിക്കൊരു തള്ളിപ്പറിച്ചിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ പാർട്ട്ണറെ. അപ്പം അതിൽ നിന്നുള്ള പെയിനാണ് എനിക്ക് എൻ്റെ പെയിൻ. അതെ, തേപ്പ് കിട്ടിയിട്ടുണ്ട്, തേച്ചിട്ടുണ്ട്, രണ്ടും ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്കൊരു വെറൈറ്റി തോട്ട് ചെയ്യണമെന്നൊരാഗ്രഹം. കാര്യം നേരത്തെ ഒരു ഷോർട്ട് ഫിലിമുകളായാലും എല്ലാം അങ്ങനത്തെ തന്നെ മാക്സിമം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ചത് ഇത് എന്നെയാണെന്ന് തോന്നുന്നു. കാര്യം എനിക്ക് ആദ്യം കേട്ട് മനസ്സിലായില്ല, രണ്ടാമത് മനസ്സിലായില്ല. അങ്ങനെ ഒരുപാട് കാര്യം എനിക്ക് മനസ്സിലാക്കി എടുക്കുന്നതിന് കുറേ സമയം എടുത്തു. പിന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഒരു 50ഓളം ലൊക്കേഷൻ ഇല്ലേ, 56 ലൊക്കേഷനിൽ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോങ് ഏകദേശം 30 ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. പിന്നെ ആ സോങ്ങിനകത്ത് കാണിക്കുന്ന സ്ഥലം ഒന്നും റിയൽ അല്ല. റിയൽ എന്ന് വെച്ചാൽ CG ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. നമ്മളോരോ ഫ്രെയിമിനെ ചീറ്റ് ചെയ്തെടുക്കുമെന്ന് പറയും. ഫ്രണ്ട് ഷോട്ട് വേറെ, ബാക്ക് ഷോട്ട്, ശരിക്കും അങ്ങനെ സ്ഥലമില്ല. അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് DA, അത് ക്യാമറമാനെ പറയണ്ട, അതൊരു പുതിയ പാറ്റേൺ നമ്മൾ സ്ഥിരം കാണുന്നൊരു പാറ്റേണിൽ നിന്ന് മാറ്റി ഇങ്ങനെ ഒരു പ്രത്യേക കളർ ടോണൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് പുതുമോട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇവരുടെ 7-ാം തീയതി അറിയാൻ പറ്റും. മലയാള സിനിമയിൽ ഇങ്ങനത്തെ ജേർണൽ വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാം. ഞാൻ കണ്ട പടങ്ങൾ വെച്ചിട്ട് മലയാളത്തിലൊന്നല്ല, ഞാൻ കണ്ട സിനിമകളൊന്നും ഇങ്ങനത്തെ ജേർണൽ വന്നിട്ടില്ല. പിന്നെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നതിൻ്റെ മേളിൽ നല്ലൊരു ക്ലൈമാക്സ് സിനിമയിൽ തരാൻ പറ്റും, അത് ഉറപ്പുണ്ട്. ഷോർട്ട് ഞാൻ ഒരു പ്രൊഫഷണൽ യൂണിറ്റിൽ ഞാൻ വലുതായിട്ട് പോയിട്ടില്ല. ഒരു സുഹൃത്തിൻ്റെ ഒരു CAD രാമചന്ദ്രൻ ഒരു പടത്തിന്, ആ ഒരു യൂണിറ്റിൽ മാത്രമേ ഞാൻ പോയത്. വളരെ ഫ്രണ്ടിൻ്റെ ആൾക്കാരായിരുന്നു. ഷോർട്ട് ഫിലിം ചെയ്തത് പോലെ അല്ല സിനിമ. കാര്യം ഒരുപാട് ഒരു വലിയ ക്രൂവിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. കാര്യം ഷോർട്ട് നമുക്ക് ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നമുക്ക് ഔട്ടിറക്കാൻ പറ്റും. ഇതൊരു 3 വർഷം എടുത്തപ്പോൾ അതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അവക്കെതിരെ വരുന്ന അലിഗേഷൻസ്, അതായത് ആ പറയുന്നത് സത്യമല്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് മാത്രമാണ് ഞാൻ അതിന് റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായ? അത് വിറ്റ് നിന്നെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതിന് യാതൊരു വിഷയമില്ല. അതെ ഈ സോഷ്യൽ മീഡിയക്കാരുടെ തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നത് ഞാൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഷെഫീന ബീബിയാണോ? എന്തിനാണ് നമ്മൾ വെറുതെ അവർക്കും കൂടെ ഹൈപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നല്ല ഹൈപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്, എന്നെ ഏറിലിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണത്. ഞാൻ 2-3 വീഡിയോ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് ശരിക്കും അവരെ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാമോ അതിൻ്റെ അങ്ങേയറ്റം മാക്സിമം കൊണ്ടുപോയി കീറി മുറിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ചോദ്യം ചോദിച്ചത് എന്നെ ഏറിലിട്ട് ആട്ടാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം എത്രത്തോളം പോകുന്നു നമുക്ക് പൊക്കോട്ടെ, എനിക്ക് വിഷയമില്ല. കാരണം ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ആ കുട്ടി ആ ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് റോഡിൽ കൂടാണോ നടന്നു പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലത്താണോ വന്ന് നിന്നത്? അവിടെ പാഷനാണ്. ആ ഫാഷൻ ഷോയിൽ ആ ഒരു സ്റ്റുഡിയോയിൽ ചെയ്ത ഒരു ഫോട്ടോഷൂട്ടാണത്. മാത്രമല്ല അതൊരു 3 വർഷത്തിന് മുന്നേ ഉള്ളതുമാണ്. മനസ്സിലായ? അപ്പം നമ്മൾ ഓരോ പ്രൊഫഷൻ ഏറ്റെടുക്കുന്നു. ഇപ്പം ഞാൻ